മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ, മലയാളി പ്രേക്ഷകരുടെ ഒത്തിരി സ്നേഹം നിറഞ്ഞ അമ്മ കവിയൂർ പൊന്നമ്മ. അവരുടെ ജീവിതത്തിലൂടെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് കവിയൂർ പൊന്നമ്മയുടെ ജനനം. തെക്കേതിൽ വീട്ടിൽ ടി.പി. ദാമോദരൻ്റെയും ഗൗരിയമ്മയുടെയും 7 മക്കളിൽ മൂത്ത മകളായാണ് 1945 സെപ്റ്റംബർ 10 കവിയൂർ പൊന്നമ്മ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം LPR വർമ്മയുടെ കീഴിൽ സംഗീതം പഠിച്ചു. 5 വയസ്സുള്ളപ്പോഴാണ് സംഗീതം പഠിക്കാനായിട്ട് LPR വർമ്മയുടെ കീഴിൽ ചേരുന്നത്. വെച്ചൂർ എസ് ഹരിഹര സുബ്രഹ്മണ്യരുടെ കീഴിലും സംഗീതം പഠിച്ചിട്ടുണ്ട്. 14ാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്തേക്ക് വന്നത്. KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി. തോപ്പിൽ ഫാസിയെയാണ് തൻ്റെ അഭിനയ കലയുടെ ഗുരുവായി കവിയൂർ പൊന്നമ്മ കാണുന്നത്. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത്. രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ മണ്ടോദരിയായത് കവിയൂർ പൊന്നമ്മയായിരുന്നു. 1965 തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മിക്ക ആളുകളുടെയും അമ്മയായിട്ടാണ് കൂടുതലും അഭിനയിച്ചിട്ടുള്ളത്. 1973 പെരിയാർ എന്ന സിനിമയിൽ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് നല്ല ജോഡിയായി പ്രശസ്തി നേടി. 1965 തന്നെ ഓടയിൽ നിന്നിൽ സത്യൻ്റെ നായിക കഥാപാത്രമായി അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചു. ആ വർഷം തന്നെ സത്യൻ്റെ അമ്മ വേഷവും ചെയ്തു. 1974 നെല്ല് എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മ വേഷങ്ങളിൽ നിന്ന് വേറിട്ട് കാണാവുന്ന കവിയൂർ പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം. ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള അവാർഡുകൾ 4 തവണ കവിയൂർ പൊന്നമ്മ കരസ്ഥമാക്കിയിട്ടുണ്ട്. 1971, 1972, 1973, 1994 എന്നീ വർഷങ്ങളിലാണ് അവാർഡ് ലഭിച്ചത്. പൂക്കാര പൂ തരുമോ, വെള്ളിലം കാട്ടിൽ ഒളിച്ചു കളിക്കുവാൻ എന്നീ പ്രശസ്ത നാടകഗാനങ്ങളും കവിയൂർ പൊന്നമ്മ പാടിയിട്ടുണ്ട്. J. ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനി എന്ന സിനിമയിലൂടെയാണ് അവർ ചലച്ചിത്ര രംഗത്ത് എത്തിയത്. ആദ്യ ചിത്രത്തിൽ ഷീലയുടെ അമ്മയായി അഭിനയരംഗത്തെത്തിയ ഇവർ പിന്നീട് ധാരാളം വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമാ രംഗത്തെ മിക്ക പ്രമുഖ നടന്മാരുടെയും അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ട് എങ്കിലും മോഹൻലാലിൻ്റെ അമ്മയായുള്ള വേഷങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ്. ജീവിതത്തിലുണ്ടായ സ്വരച്ചേർച്ചയില്ലായ്മ കാരണം അവർ പിരിഞ്ഞായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാലും മണിസ്വാമിയുടെ അവസാന കാലങ്ങളിൽ കവിയൂർ പൊന്നമ്മയാണ് അദ്ദേഹത്തെ നോക്കിയത്. കവിയൂർ പൊന്നമ്മയുടെ വസതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവും. മണിസ്വാമിക്കും കവിയൂർ പൊന്നമ്മയ്ക്കും കൂടെ ഒരേ ഒരു മകളാണ് ബിന്ദു. അവർ അമേരിക്കയിലാണ്. അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കവിയൂർ രേണുക കവിയൂർ പൊന്നമ്മയുടെ സഹോദരിയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് ചികിത്സയിൽ തുടരവെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് 2024 സെപ്റ്റംബർ 20 കവിയൂർ പൊന്നമ്മ നമ്മളോടെല്ലാം യാത്ര പറഞ്ഞു പോയി. ആ കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു കുറച്ച് സമയം തികയില്ല. ഏറ്റവും വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ മാത്രമാണ് ഇപ്പോൾ ഞാൻ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.